ഇപ്പോഴും അദ്ദേഹത്തിന് ഇത്തരം ആർജവമുണ്ടോ എന്നുള്ളതാണ്. ഇതുപോലെയുള്ള പ്രസ്താവനകൾ അദ്ദേഹം ചെയ്യുമോ? ഇത് ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നത് പോലെയല്ല ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ പടിയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് കേരളം വീണ്ടും അദ്ദേഹം ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ നിപ്പ പോലുള്ള ഒരു കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അത് അദ്ദേഹമാണ് ആരോഗ്യമന്ത്രി. അതിൻ്റെ ഒന്നാമത്തെ പടിയിൽ തന്നെ അദ്ദേഹം അല്പം പാളിപ്പോയി എന്ന് പറയുന്ന ആളാണ് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു ഏകോപനമില്ലായ്മ അതിൽ നമ്മൾ ഇന്ന് കാണുകയുണ്ടായി. അത് ഹർഷൻ ചേട്ടൻ പറഞ്ഞു. അത് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം വരുന്നില്ല, പിന്നെ രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ഇതിനൊരു ഗൗരവം ഉൾക്കൊണ്ട് തന്നെ കളക്ടർ മാധവിക്കുട്ടി നേരത്തെ തന്നെ പറയുകയുണ്ടായി, വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം വന്നു, അത് പോസിറ്റീവാണ്, അത്യാസന്ന നിലയിലാണ് ഈ രോഗിയുള്ളത്, ICUവിലാണ് എന്ന നിലയ്ക്ക് അവർ പറയുകയും ചെയ്തു. ഒന്നാമത് വെന്റിലേറ്ററിലാണ് എന്ന നിലയ്ക്ക് പറയുകയും ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ പടിയിൽ തന്നെ അദ്ദേഹത്തിന് പാളിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇത് അദ്ദേഹം പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു സിസ്റ്റത്തിലേക്കല്ല നിലവിൽ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. ഈ സിസ്റ്റത്തെ അങ്ങേയറ്റം ചെളിവാരി എറിയാൻ ശ്രമിച്ച ഒരു ആൾ തന്നെയായിരുന്നു അദ്ദേഹം. അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ. ഇന്ന് അദ്ദേഹം ഈ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പം മുൻപ് അദ്ദേഹത്തിൻ്റെതായി പ്രചരിക്കുന്ന ഈ വീഡിയോ ക്ലിപ്പുകൾ ചോദിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് പ്രതിപക്ഷത്തിരിക്കുന്ന കെ മുരളീധരൻ പറഞ്ഞതാണ്, അത് ഈ കസേരക്ക് ബാധകമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തുതരം പ്രിവിലേജാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം, ഈ സിസ്റ്റത്തെ അദ്ദേഹം ഇപ്പോൾ ഉൾപ്പെടുന്ന ഈ സിസ്റ്റത്തെക്കുറിച്ച് അദ്ദേഹം വിമർശിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതിൽ ആകെ മാറിയിരിക്കുന്നത് മന്ത്രി മാത്രമാണ്. ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ അവിടെയുണ്ട്. ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയൊക്കെ ഒന്ന് മാറിക്കാണുമായിരിക്കും. പക്ഷെ മറ്റ് സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതിനെക്കൂടിയാണ് അദ്ദേഹം അന്ന് ചെളിവാരി എറിയാൻ ശ്രമിച്ചത് എന്ന് അദ്ദേഹം ഓർക്കുന്നത് നന്നായിരിക്കും. ഇപ്പോഴും അദ്ദേഹത്തിന് ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കാനുള്ള മനസ്സെന്തായാലും ഉണ്ടായിരുന്നില്ല. അതിൽ വളരെ സ്വാഗതാർഹമായി ഞാൻ കാണുന്നു.